प्यारे दोस्तों, गुलदस्ता हिंदी चैनल पर सबका स्वागत है. ഗുൽദസ്ത ഹിന്ദി ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ 2 വീഡിയോകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഹിന്ദി ദിനാഘോഷത്തോടനുബന്ധിച്ചുള്ള മത്സരങ്ങൾക്ക് സഹായകമാകുന്ന ഹിന്ദി പ്രസംഗം, ഹിന്ദി പ്രശ്നോത്തരി എന്നിവയാണ് മുൻ വീഡിയോകളിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അടുത്ത വീഡിയോ മുതൽ നമുക്ക് ഹിന്ദി ബേസിക് ക്ലാസ്സുകളിലേക്ക് പ്രവേശിക്കാം. ഹിന്ദി അക്ഷരമാല മുതൽ തന്നെ നമുക്ക് പഠനം ആരംഭിക്കാവുന്നതാണ്. ഹിന്ദി അക്ഷരമാലയിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചില വസ്തുതകൾ പങ്കുവെക്കുകയാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് ഹിന്ദി ഭാഷയെക്കുറിച്ച് അല്പം ചില കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാം. ഹിന്ദി ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷയാണ്. ഹിന്ദി ലോകത്തിൽ തന്നെ കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷകളിൽ മുൻനിരയിൽ തന്നെയുണ്ട്. ഹിന്ദി നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഭാഷയാണല്ലോ. അതിനാൽ തന്നെ ഹിന്ദി പഠിക്കേണ്ടത് വളരെ അത്യാവശ്യവുമാണ്. ഡൽഹി, ഉത്തർപ്രദേശ്, ബീഹാർ, രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന, ഹിമാചൽ പ്രദേശ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളിലൊക്കെ ഹിന്ദി ഉപയോഗിക്കുന്നുണ്ട്. നേപ്പാൾ, സുരിനാം, മൗറീഷ്യസ്, ഫിജി, ട്രിനിഡാഡ്, ഗയാന, വെസ്റ്റ് ഇൻഡീസ്, ദക്ഷിണാഫ്രിക്ക, കെനിയ, UAE, കനഡ, യമൻ, UK, USA എന്നീ രാജ്യങ്ങളിലും ഹിന്ദി ഉപയോഗിക്കുന്നുണ്ട്. ലോകത്ത് ഏകദേശം 1200 മില്യൺ ആളുകൾ ഹിന്ദി 2ാം ഭാഷയായി ഉപയോഗിക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം കൂടി നാം മനസ്സിലാക്കുക. സംസ്കൃതം, പേർഷ്യൻ, തുർക്കിഷ്, പോർച്ചുഗീസ്, ഇംഗ്ലീഷ് ഭാഷകളുടെ സ്വാധീനം ഹിന്ദിയിലുണ്ട്. മാത്രമല്ല, ഹിന്ദിക്ക് സംസ്കൃതം, ഉറുദു, നേപ്പാളീസ്, ബംഗാളി, ഗുജറാത്തി ഭാഷകളോട് ചില സാമ്യതകളും നമുക്ക് കാണാൻ സാധിക്കും. കർത്താവ്, കർമ്മം, ക്രിയ അഥവാ സബ്ജക്റ്റ്, ഒബ്ജക്റ്റ്, വേർബ് എന്ന ആ ഒരു സ്ട്രക്ചറിലാണ് ഹിന്ദി ഭാഷ പിന്തുടർന്നു പോരുന്നത്. ഹിന്ദി ഭാഷ നമുക്കറിയാമെങ്കിൽ ഉറുദു ഭാഷ സംസാരിക്കാനും നമുക്ക് പ്രയാസമുണ്ടാവുകയില്ല. ഇനി നമുക്ക് കേരളത്തിൽ ഹിന്ദിയുടെ നിലവിലെ സാഹചര്യം ഒന്ന് പരിശോധിക്കാം. കേരളത്തിൽ ഹിന്ദി പഠനം ആരംഭിക്കുന്നത് 5ാം ക്ലാസ്സിൽ നിന്നാണല്ലോ. എന്നാൽ പല ഭാഷകളും നമ്മുടെ കേരളത്തിൽ 1ാം ക്ലാസ്സിൽ മുതൽ തന്നെ ആരംഭിക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ഭരണഭാഷ കൂടിയായ ഹിന്ദി ആരംഭിക്കുന്നത് 5ാം തരത്തിൽ നിന്നാണെന്നത് വളരെ ഗൗരവകരമായ കാര്യമാണ്. ഹിന്ദി 1ാം ക്ലാസ് മുതൽ ആരംഭിക്കുകയാണെങ്കിൽ 5ാം ക്ലാസ്സിൽ എത്തുമ്പോഴേക്കും കുട്ടികൾക്ക് അക്ഷരങ്ങളും ചിഹ്നങ്ങളും ഏറെക്കുറെ മനസ്സിലാക്കാനും അതുവഴി ഹിന്ദി വായിക്കാനും സാധിക്കും. പിന്നീടുള്ള ക്ലാസ്സുകളിൽ അത് അവർക്ക് ഹിന്ദിയെ കൂടുതൽ അടുത്തറിയാനും പ്രയോഗത്തിൽ കൊണ്ടുവരാനും സാധിക്കും. ഇങ്ങനെ ഹിന്ദി 1ാം ക്ലാസ് മുതൽ തന്നെ ആരംഭിക്കാൻ കേരളത്തിലുള്ള മാറി മാറി വരുന്ന സർക്കാരുകൾ ശ്രദ്ധ ചെലുത്തേണ്ടിയിരിക്കുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 10ാം ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് വരെ ഹിന്ദി തെറ്റുകൂടാതെ എഴുതാനും വായിക്കാനും അറിയാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ട്. അത് ഹിന്ദി പഠനത്തിൻ്റെ ആവശ്യകത നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഭൂരിഭാഗം സ്കൂളുകളിലും 10ാം ക്ലാസ് വരെയേ ഹിന്ദി ഉള്ളൂ എന്നതിനാൽ ഹിന്ദിയെ പലപ്പോഴും നാം വളരെ ലാഘവത്തോടു കൂടിയാണ് കാണുന്നത്. അതിനാൽ ചെറിയ ക്ലാസ്സുകളിൽ തന്നെ ഹിന്ദിക്ക് വേണ്ടത്ര പ്രാധാന്യം നൽകാത്തത് വഴി ഹിന്ദി എഴുതാനും വായിക്കാനും അറിയാതിരിക്കുകയും അത് ഉയർന്ന ക്ലാസ്സുകളിൽ വിദ്യാർത്ഥികൾ ഹിന്ദിയിൽ പിന്നാക്കം പോവാൻ ഇടയാക്കുകയും ചെയ്യുന്നുണ്ട്. 10ാം ക്ലാസ്സിൽ ഫുൾ A+ എന്ന ലക്ഷ്യം മുൻനിർത്തി മാത്രം ഹിന്ദിയെ കാണുന്നവരാണ് ഭൂരിഭാഗം രക്ഷിതാക്കളും. അതിനാൽ തന്നെ പലപ്പോഴും 10ാം ക്ലാസ്സിൽ എത്തുമ്പോഴാണ് കുട്ടികളുടെ ഹിന്ദിയിലുള്ള പോരായ്മ രക്ഷിതാക്കൾ തിരിച്ചറിയുന്നത്. അത് ചിലപ്പോൾ വൈകി പോവുകയും ചെയ്യാറുണ്ട്. 10ാം ക്ലാസ്സിൽ എത്തുമ്പോഴാണ് സ്കൂൾ പഠനത്തോടൊപ്പം കുട്ടികളെ ട്യൂഷനും മറ്റും ചേർത്ത് ഹിന്ദി പഠിപ്പിക്കാനുള്ള ശ്രമം നാം ആരംഭിക്കുന്നത്. അതിനാൽ തന്നെ മികച്ച റിസൾട്ട് ഹിന്ദിയിൽ മക്കൾക്ക് ലഭ്യമാവാൻ അത് പര്യാപ്തമാവാറുമില്ല. എന്നാൽ ചെറിയ ക്ലാസ് മുതൽ തന്നെ കൃത്യമായ ശ്രദ്ധ നൽകിയാൽ നമ്മുടെ മക്കൾക്ക് ഹിന്ദിയിൽ നല്ല റിസൾട്ട് നേടാൻ സാധിക്കുന്നതോടൊപ്പം തന്നെ അവർക്ക് ആ ഭാഷ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് ആർജിച്ചെടുക്കാനും സാധിക്കും. അതിനായി ഈ ചാനൽ വേദിയൊരുക്കുകയാണ്. അടുത്ത വീഡിയോ മുതൽ ഹിന്ദിയിലെ അക്ഷരമാല മുതലുള്ള പഠനമാണ് ഉദ്ദേശിക്കുന്നത്. അതുവഴി ഹിന്ദി എഴുതാനും വായിക്കാനും കുട്ടികളെ പ്രാപ്തരാക്കാൻ നമുക്ക്
സാധിക്കും. അതിനായി നമുക്കൊരുമിച്ച് പരിശ്രമിക്കാം. ഇതുവരെയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉടൻ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ബന്ധപ്പെട്ടവരിലേക്കും ഷെയർ ചെയ്യുക. വീഡിയോകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.